ഞാൻ പറഞ്ഞില്ലേ അപ്പു, അത് അമ്മ കണ്ട് പ്രശ്നമാതിരിക്കാൻ വേണ്ടിട്ടാ. ഇത് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? ഞാൻ കണ്ടുപിടിക്കും, രഹസ്യം ഞാൻ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച് അമ്മയോട് പറഞ്ഞു കൊടുക്കും. നീ എന്താ ആലോചിക്കുന്നെ? ഏയ് ഒന്നുമില്ല, മനുഷ്യന്റെ ഓരോ കാര്യങ്ങള് ആലോചിച്ച് നിന്നതാ. മനുഷ്യന്റെ കാര്യോ? ഏത് മനുഷ്യന്റെ? ഒന്നുമില്ല. ഇതൊക്കെ കണ്ടോ തങ്കം? എന്റെ റിയമോള് വെച്ചതാ. ഇവിടെ ഉണ്ടായിരുന്നു. റിയമോളാ ഇതൊക്കെ ചെയ്തതെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആണേ, അച്ഛമ്മക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. ശരിയാണേ, ഇതാണ് ഞാൻ പറഞ്ഞത്. എന്തോ കുഴപ്പമുണ്ട് അച്ഛമ്മേ, കുഴപ്പമുണ്ട്. ഇവനെന്തിന്റെ കേടാ? ഒരു കൊച്ചു കുഞ്ഞ് വീട്ടുമുറ്റത്ത് 4-5 തൈ വെച്ചപ്പം ഉടനെ അതിന് കുഴപ്പമുണ്ടെന്ന്. ദേ, ഇവനെന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് പരിശോധിക്കണം. ഇത് ഞാൻ ആരോട് പറഞ്ഞൊന്ന് തെളിയിക്കുന്നേ? നീ ഒന്നും തെളിയിക്കണ്ട. അച്ഛമ്മേ, എങ്ങനെയുണ്ട് അച്ഛമ്മേ ചെടിയൊക്കെ വെച്ചേക്കുന്നത്? കൊള്ളാം. റിയമോള് പഴയ റിയമോളേ അല്ല. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്. ഇവനെന്റെ മേടിക്കും. കണ്ണാ, മുൻപ് നമ്മുടെ വീട്ടിൽ പൂക്കളും കൃഷികളും ചെടിയും ഒക്കെ ഉണ്ടായിരുന്നു. ആരാ അതൊക്കെ ചെയ്തത്? കാവ്യമോളാ. അമ്മയുടെ ഗുണങ്ങള് മോക്കും കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. കാവ്യയുടെ കൂടെയുള്ള ദിയമോൾക്കായിരുന്നു ഈ ഗുണങ്ങള് കൂടുതൽ കിട്ടേണ്ടത്. ദേ വന്നു 100 ആയുസ്. മോളെ കുറിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് മതിയാവുന്നില്ല. എന്താ അച്ഛമ്മേ? ഒന്നുമില്ല. ഇതിനൊക്കെ കൂടി ഞാനും ദേ ഈ പുതിയ അച്ഛമ്മയും കൂടി മോക്കൊരു സമ്മാനം തരുന്നുണ്ട്. എന്ത് സമ്മാനം അച്ഛമ്മേ? അത് കൈ കിട്ടുമ്പോ അറിഞ്ഞാ മതി. എന്നാലും എന്താണെന്നറിയാനൊരു ആഗ്രഹം. വിലമതിക്കാൻ പറ്റാത്ത സമ്മാനം. ഇപ്പൊ അത്ര അറിഞ്ഞാ മതി. വിലമതിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാ? മോള് പറ, ലോകത്ത് വിലമതിക്കാൻ പറ്റാത്തത് എന്തൊക്കെയാ? അച്ഛനും അമ്മയും. അച്ഛനെന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പോ ഹലോ, ഞാൻ ചെന്നൈയിൽ നിന്ന് സുഭദ്രയാ. ചെന്നൈയിൽ നിന്ന് സുഭദ്രയോ? അതെ, GKയുടെ ഭാര്യ സുഭദ്ര. മോളെ, ഇനി ഇതിനെന്തൊക്കെ വളങ്ങളാ ഇടുന്നത്? അതൊക്കെ ഞാൻ പറയാ അച്ഛമ്മേ. ഹലോ, എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി. എന്റെ സഹോദരി, ഞാൻ ഹസ്ബൻഡിനോട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇതെന്തൊരു കഷ്ടമാണ്. അതാ ഞാനും പറയുന്നേ, ഇത് വല്ലാത്ത കഷ്ടമാ. നിങ്ങളുടെ സിനിമയൊക്കെ കുറെ ഞാനും കണ്ടിട്ടുണ്ട്. അതിലൊട്ടും മുക്കാൽ കഥകളിലും നിങ്ങൾ ന്യായം മാത്രം നടത്തുന്ന ഒരു നായകനാ. എന്നിട്ടെന്റെ സ്വന്തം ജീവിതത്തിൽ ന്യായത്തിന്റെ കൂടെ നിൽക്കാത്തത്? അതാണ് ന്യായമെന്ന് ഒരു വശത്ത് നിൽക്കുന്നവർക്ക് മാത്രം തോന്നിയാ പോരല്ലോ. നിഷ്പക്ഷമായി നോക്കുമ്പോ ന്യായം നിങ്ങളുടെ എതിർഭാഗത്താണെന്നാ എനിക്ക് തോന്നുന്നത്. അല്ല, അത് വെറും തോന്നല് മാത്ര.
മിസ്റ്റർ ജീവ, നിങ്ങളെ ഞാൻ എന്റെ അനിയന്റെ സ്ഥാനത്ത് കണ്ടു പറയുക. നിങ്ങൾ ഇടപെട്ടാലേ ഈ പ്രശ്നം സോൾവ് ആകൂ. ഞാനും താങ്കളെ ഒരു സഹോദരിയായി തന്നെ കണ്ടുകൊണ്ട് പറയട്ടെ, ഇതിൽ ഇടപെടാൻ തക്ക ഒരു പൊസിഷനിലല്ല ഞാൻ. എന്ന് വെച്ചാൽ ചില പരിമിതികളുണ്ട്. എന്റെ ഇപ്പോഴത്തെ കുടുംബ പശ്ചാത്തലം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാം ജീവ. എന്തായാലും എനിക്ക് ജീവിയെ ഒന്ന് നേരിട്ട് കാണണം. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. ജീവിക്ക് ആവശ്യം കാണില്ലായിരിക്കും, പക്ഷെ എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് വന്നേ പറ്റൂ. ഞാൻ വരും. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ. ഹലോ ഹലോ ഹലോ. എന്താ ഉച്ചത്തിൽ സംസാരിക്കുന്നേ? ഏയ് ഒന്നുമില്ല മോളെ. അച്ഛനാണെങ്കിലും വഴക്കു പറഞ്ഞോ? ഏയ് അച്ഛനെ ആരും വഴക്കു പറയാനാ? അച്ഛാ, നമ്മുടെ ഫാമിലിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലേ? മോളെ, എല്ലാ കുടുംബത്തിലും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ചില പ്രശ്നങ്ങൾ നമ്മുടെ ഫാമിലിയിലും ഉണ്ട്. അത്രേ ഉള്ളൂ. മോൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട കേട്ടോ. അച്ഛൻ കൂടെ ഉള്ളപ്പോ എനിക്ക് ധൈര്യമാ. എന്നെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഹീറോ എന്റെ അച്ഛനാ. അത് കൊള്ളാം. ഈ ഡയലോഗിൽ അച്ഛൻ ഫ്ലാറ്റ്. ഞാൻ സത്യം വെച്ചാ പറഞ്ഞത്. പാവം, അച്ഛനില്ലാത്ത കുട്ടികളെ കുറിച്ച് അച്ഛൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മോനെ, അപ്പു, എന്താ അമ്മേ? മോളെ, നീ കണ്ണട വെക്കാത്ത എന്താ? ദേ, ഇതാ അമ്മയ്ക്ക് ദേഷ്യം വരുന്നത്. ഒരെണ്ണം പൊട്ടിച്ചു, അപ്പൊ ഉടനെ അടുത്തത് വാങ്ങി. അതും വെക്കില്ലെന്ന് വെച്ചാ നീ മനഃപൂർവ്വം പൊട്ടിച്ചതാണോന്ന് അമ്മയുടെ സംശയം. വഴക്ക് പറയാതമ്മേ. ചേച്ചിയെ വഴക്ക് പറഞ്ഞാ എനിക്കും വിഷമം വരും. ആഹാ, അതിനിടയ്ക്ക് രണ്ടുപേരും വീണ്ടും നല്ല കൂട്ടായോ? ഞങ്ങൾ എന്നും കൂട്ടാ. ചേച്ചി സൂപ്പറാ. ചേച്ചി ഇനി എപ്പോഴും മറക്കാതെ കണ്ണാട വെക്കണം, ഇല്ലെങ്കിൽ കണ്ണിന് ദോഷാവും. അമ്മ എന്തിനാ വിളിച്ച്? മോളെ, നമ്മൾ വീടൊന്നും മാറാനുള്ള ആലോചനയല്ല. വീട് മാറാനോ? അയ്യോ അമ്മ, ഈ വീട് മാറണ്ട. ഇത് നല്ല വീടാ. അതെ അതെ അമ്മ, ഇത് നല്ല വീടാ. ഇപ്പൊ എത്ര വീട് മാറി, ഇനി മാറണ്ട. ഈ വീടിന് എന്തേലും കുഴപ്പമുണ്ടായിട്ട് മാറുന്നതല്ല മോനെ, മറ്റു ചില കാര്യങ്ങളുണ്ട്. എന്ത് കാര്യങ്ങളാ അമ്മേ? കോടതി പോകാനുള്ള സൗകര്യമൊക്കെ നോക്കിട്ടാ? അല്ല, എനിക്കറിയാം എന്തിനാ മാറുന്നേന്ന്. എന്നെ പിടിച്ചോണ്ട് പോവാൻ ആരോ വരുന്നു, അതല്ലേ? എന്താ അപ്പൊ ഈ പറയുന്നേ? എനിക്കറിയാം, ഞാൻ കാരണം എന്തൊക്കെയോ നടക്കുന്നുണ്ട്. മോനെ, എന്തേ കാണിക്കുന്നേ? അപ്പോ കാരണം എന്താ നടക്കുന്നേ? ഒന്നുമില്ല മോളെ. അപ്പോ നല്ല കാര്യമായി. എന്താ അപ്പൊ ഇങ്ങനൊക്കെ പറയുന്നേ? ചെന്നൈയിൽ നിന്ന് വിളിച്ചത് എന്നെ കൊണ്ടുപോവാനല്ലേ? അന്ന് സുഭദ്ര എന്ന് പറഞ്ഞ ഒരു ആന്റി വിളിച്ചു. എനിക്ക് പേടിയാ. ഓരോന്ന് ആലോചിച്ച് എനിക്കിപ്പോ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താലോചിക്കുമെന്ന്? അമ്മ അച്ഛനെയും ചേച്ചിയൊക്കെ വിട്ട് എന്നെ ആരെങ്കിലും കൊണ്ടുപോകുമെന്ന്. സത്യ, ഞാനിപ്പോ രാത്രി ഉറങ്ങാറില്ല. അപ്പോ അങ്ങനൊന്നും പറയല്ലേ.
ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നീ ഞങ്ങളുടെ കൂടെയാ. എല്ലാം മോന്റെ ഓരോ തോന്നലുകളാ. അപ്പോ ചേച്ചിക്ക് വേണ്ടി നീയുണ്ട്, അപ്പൊ നിനക്ക് വേണ്ടി ചേച്ചിയുണ്ട്. ഇനി എനിക്ക് ധൈര്യ. ചേച്ചി കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട. ഇപ്പൊ പേടിയൊക്കെ തീർന്നില്ലേ? ഇപ്പൊ തീർന്നു. ഓ, ഒരു ചേച്ചി കുട്ടപ്പൻ. മിക്കവാറും ഈ മാസം തന്നെ നമ്മൾ വീട് മാറും. നിങ്ങളുടെ മൈൻഡ് അതിനുവേണ്ടി ഒന്ന് സെറ്റ് ആക്കിക്കോണം. അത് പറയാനാ വിളിച്ചത്. ചെല്ല്. അപ്പൂന് എല്ലാം പിടികിട്ടി തുടങ്ങിയിരിക്കുന്നു. എന്താ അപ്പു നീ അങ്ങനെയൊക്കെ പറഞ്ഞേ? എനിക്ക് വിഷമമായിട്ടോ. നിന്നെ ആര് പിടിച്ചോണ്ട് പോവാനാ? എന്തോ എനിക്കങ്ങനെ തോന്നിയത്. അതൊക്കെ പേടിച്ചാ നമ്മള് വീട് മാറുന്നേ. സത്യമാണോ അപ്പോ? സത്യാണോന്നോ? ചേച്ചിക്ക് അറിയൂടെ? ചേച്ചിയോടാരും ഇത് മുമ്പ് പറഞ്ഞിട്ടില്ലേ? ചേച്ചി അത് മറന്നുപോയപ്പോ. അപ്പൊ പേടിക്കണ്ട, നിനക്ക് ദാ ഈ ചേച്ചിയുണ്ട്. സത്യം, നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. സത്യാണോ ചേച്ചി? സത്യം. കുറച്ചു ദിവസം പക്ഷേ ചേച്ചിയുടെ സ്നേഹം കാണിക്കാത്തതെന്താ? ക്യാമ്പിൽ പോയിട്ട് വന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാമ്പിന്റെ ഓർമ്മകളിലായിപ്പോയി. ശരി ചേച്ചി, അതൊക്കെ പോട്ടെ, സാരല്ല. എന്തായാലും ചേച്ചി എന്റെ കൂടെ ഉണ്ടല്ലോ. ഞാൻ മാത്രമല്ല, മറ്റേ ചേച്ചിയുണ്ട്, ജീവസാറിന്റെ മോള്. പിന്നെ ജീവസാറും കാണും നിനക്ക് വേണ്ടി. നിന്നെ ആരും തൊടില്ല. ചേച്ചി പറയുന്നത് കേൾക്കുമ്പോ ആകെ ഒരു ധൈര്യം കിട്ടുന്നു. ഞാൻ ഇടതുവശവും റിയ ചേച്ചി വലതുവശവും, മുമ്പില് ജീവസാറും. പിന്നെ നിന്നെ ആരെങ്കിലും തൊടുവോ? എനിക്ക് ധൈര്യം കിട്ടി, വലിയ ധൈര്യം കിട്ടി. ധൈര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് തൊട്ട് നോക്കട്ടെ. ആ ചേച്ചി. എന്താ അപ്പോ? ജീവസാറിന്റെ ആ ചേച്ചിയോട് ഒന്ന് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ശരി. അതെ അച്ഛമ്മേ. ഇപ്പൊ ദിവസവും ഫോണാണല്ലോ നിനക്ക്. ഞാൻ താവരുന്ന അച്ഛമ്മേ. ഹലോ ഹലോ, അപ്പനൊന്ന് സംസാരിക്കണോന്ന്. ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങള് വീട് മാറുക. അയ്യോ, വീട് മാറാൻ പോകുന്നോ? എന്തിന്? അച്ഛനും അമ്മയും തെളിച്ച് പറഞ്ഞില്ല. ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരണമെങ്കിൽ വലിയ പ്രശ്നമാവുമല്ലോ. അതിന് നമുക്ക് എന്തേലും വഴിയുണ്ടാക്കാം. പിന്നെ അപ്പനൊരു ടെൻഷൻ ഒന്നുമില്ല. അപ്പനെ ആരോ ചെന്നൈക്ക് കൂട്ടിക്കൊണ്ട് പോവാന്നൊരു പേടി. ഞാൻ ധൈര്യമൊക്കെ കൊടുത്തു. ജീവസാറും അവിടുത്തെ ചേച്ചിയും ഞാനും ഒക്കെ അപ്പന്റെ കൂടെ ഉണ്ടാവുമെന്നും പറഞ്ഞു. നീ അപ്പന് കൊടുത്തേ. ദാ ചേച്ചിയാ. ഹലോ, എന്താ അപ്പു? ഒന്നുമില്ല ചേച്ചി, എനിക്കൊരു പേടി വന്നതാ. പക്ഷേ ചേച്ചി എനിക്ക് ശക്തി തന്നു. ജീവസാറും അവിടുത്തെ ചേച്ചിയൊക്കെ ഉണ്ടാവുന്നും പറഞ്ഞു. അപ്പു
നീ ഒന്നും പേടിക്കണ്ട. നിനക്ക് എന്താവശ്യം വന്നാലും ഞാൻ അച്ഛനെയും വിളിച്ചങ്ങ് ഓടിയെത്തും. സത്യാണോ ചേച്ചി? സത്യം. അപ്പോ സത്യം. നിനക്ക് എന്തേലും പറ്റിയാ ചേച്ചി പിന്നെ ജീവിച്ചിരിക്കില്ല. അയ്യോ, ചേച്ചി പറയുന്ന അതേ വാചകങ്ങൾ തന്നെ. താങ്ക് യു ചേച്ചി. ചേച്ചി, ചേച്ചിക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ അപ്പു. തൽക്കാലം ആരോടും ഒന്നും പറയണ്ട. അവിടെ നിന്റെ ചേച്ചി പറയുന്ന അനുസരിച്ച് ചെയ്യേ. ശരി ചേച്ചി. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. സന്തോഷായോ? സന്തോഷായോന്നോ? സന്തോഷത്തോട് സന്തോഷം. ആ ചേച്ചി അസല് ഈ ചേച്ചിയെ പോലെ തന്നെ. ആ ചേച്ചിയോട് സംസാരിക്കുമ്പോ ഒരു വലിയ സന്തോഷം. മാഡം, മാഡം, എന്തെങ്കിലും വാലോ തുമ്പോ കിട്ടിയോ? എന്ത് വാലോ തുമ്പോ കിട്ടിയോന്ന്? അല്ല, മോളുടെ കാര്യം. ആ, അത് രാജി, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ആലോചിച്ചു. നമ്മൾ ഓരോന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോഴുണ്ടാവുന്ന തോന്നലുകളാണൊക്കെ. അയ്യോ എന്റെ മാഡം, തോന്നലുകളൊന്നും അല്ല, ഒക്കെ സത്യമായി വരാൻ പോണ കാര്യങ്ങളാ. അധികം വൈകാതെ തന്നെ മാഡം അത് മനസ്സിലാക്കും. അയ്യോ, രാജി പറഞ്ഞത് ശരിയായിരുന്നല്ലോ എന്ന് മാഡം നോക്കിക്കും. ദിയമോള് കണ്ണട വെക്കാതെ അധിക ദിവസം കഴിഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഇപ്പൊ മോക്ക് കണ്ണടയെ വേണ്ട. എന്തോ ഒരു ഭയങ്കര സംഭവം നമ്മുടെ മോളെ ബാധിച്ചിട്ടുണ്ട് മാഡം, അത് ഉറപ്പാ. ഭയങ്കര സംഭവം? എന്ത് ഭയങ്കര സംഭവം? എന്താ ഏതാന്നൊന്നും എനിക്കറിയത്തില്ല മാഡം. കാര്യങ്ങള് എനിക്ക് ചൂണ്ടിക്കാണിക്കാനേ പറ്റൂ. കണ്ടുപിടിക്കേണ്ടത് മാഡത്തിന്റെ ചുമതലയാണ്. ഞാൻ അപ്പുമോനോട് പറഞ്ഞു, ഏതോ അസൂയക്കാര് എന്തോ കൂടോത്രം ചെയ്തെന്ന്. അത് കേറി അങ്ങ് ഫലിച്ചു തുടങ്ങി. കൂടോത്രം? ആ, കൂടോത്രം. കുഞ്ഞങ്ങ് മിടുക്കിയായി വരുമെന്ന് കണ്ട് അതിനെ ഒന്ന് തളർത്താൻ ഏതോ കുരുട്ടു ബുദ്ധിക്കാരെന്തോ ചെയ്തു വെച്ചു. അത് ഉറപ്പാ. രാജി, എല്ലാത്തിനും പ്രതിക്രിയകളുണ്ട് മാഡം. മുമ്പൊരിക്കൽ വേറൊരു സാഹചര്യത്തില് ഞാൻ മാഡത്തിനോട് പറഞ്ഞത് മാഡം പൂർണ്ണമായിട്ട് കേട്ടില്ല. അതിന്റെ കുഴപ്പങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. മാഡം, ഞാൻ പറഞ്ഞത് തട്ടിക്കളയരുത്. ഞാനൊരു കാര്യം ചെയ്യാം. ഒരു ചരടും കൂടും ജപിച്ച് ഞാൻ വാങ്ങിച്ചുകൊണ്ടുവരാം. മോളുടെ കയ്യിൽ അത് കെട്ടിക്കൊടുക്കണം. ഒക്കെ ശരിയാവും. ഞാൻ പറഞ്ഞു വാങ്ങിക്കൊണ്ടുവരട്ടെ? ശരി, വാങ്ങിക്കൊണ്ടുവാ രാജി. ഒന്നുമില്ല. ഏലസ്ന്നോ ചിരടെന്നൊക്കെ പറഞ്ഞു കേട്ടു. അല്ല, രാജു ഓരോന്ന് പറഞ്ഞപ്പോ എല്ലാം കൂടി കണക്ട് ചെയ്ത് ആലോചിച്ചപ്പോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. താൻ തന്നെയല്ലേ പറഞ്ഞത് ക്യാമ്പിൽ നിന്ന് അവള് വന്നപ്പോ താൻ ആകെ ഫ്രഷ് ആയതുപോലെ തോന്നിയെന്ന്. അവള് പറയുന്നത് കേൾക്കാൻ രസമുണ്ടെന്നൊക്കെ. അത് അങ്ങനൊക്കെ തന്നെ എടുത്താൽ മതി. പ്രായം, കാലം, ചുറ്റുപാടുകള്, ഇതിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങള് എല്ലാവരിലും ഉണ്ടാവും. ഒരു 5 വർഷത്തിനപ്പുറമുള്ള നീ എങ്ങനെയായിരിക്കുമെന്ന് ആലോചിക്കാൻ പറ്റുമോ? ഇതങ്ങനല്ല ശ്രീ. ഇത്ര സഡൻ ആയിട്ട് സ്വഭാവം ചേഞ്ച് ആവുമെന്ന് വെച്ചാ സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോ മന്ത്രവാദമോ കൂടോത്രോ എന്താണെങ്കിലും നമ്മൾ അങ്ങ് വിശ്വസിച്ചു പോകും. സത്യത്തില് ഞാൻ അവളുടെ കാര്യത്തിൽ ഇപ്പൊ ഭയങ്കര കൺഫ്യൂസ്ഡാ. അവളുടെ ക്യാരക്ടർ എനിക്കിപ്പോ പഠിക്കാൻ പറ്റുന്നില്ല. പിന്നെ
മക്കളെ കുറിച്ച് ചുറ്റുമുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടുന്നത്. ദിയെ സംബന്ധിച്ച് ഒരു ടെൻഷനും വേണ്ട. താൻ പോയി സമാധാനമായിട്ടിരിക്കും. ഇതും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയ ശ്രീ, ഈ തകിടും ഏലസും ഒക്കെ. എന്തായാലും രാജി അത് കൊണ്ടുവരട്ടെ. നീ എന്താ ഇങ്ങനെ അന്തം വിട്ടു നോക്കുന്നേ? അച്ഛമ്മയെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്ന് വെച്ചാ ഞാൻ ആശുപത്രി വെച്ചങ്ങ് തട്ടിപ്പോന്ന് വിചാരിച്ചു. അല്ല, അങ്ങനെയല്ല. അച്ഛമ്മ ഇപ്പോ ഇങ്ങനെ കാണുമ്പോ വലിയ സന്തോഷം. എനിക്ക് അച്ഛമ്മയുടെ അടുത്ത് കിടക്കണം. അച്ഛമ്മ പറയുന്ന കഥകളൊക്കെ കേൾക്കണം. നീ പറയുന്നത് വെച്ച് നോക്കുമ്പോ നീ പറയുന്ന കഥയും കേട്ട് നിന്റെ അടുത്ത് കിടന്നുറങ്ങാനാ എനിക്ക് താല്പര്യം. എന്റെ മോള് മിടുക്കിയല്ലേ? ഇതിപ്പോ എന്റെ ദിയക്കുട്ടിയാണെന്നാ എനിക്ക് തോന്നുന്നേ. അച്ഛമ്മ എന്താ പറഞ്ഞേ? ഇനിയും പറയണോ? അച്ഛമ്മ എന്താ പറഞ്ഞത്? അല്ല, മോക്കറിയാവല്ലോ എല്ലാം. അന്ന് അമ്മയെ അന്വേഷിച്ചിറങ്ങിയതല്ലേ. പിന്നെ മോക്കൊരു കൂടപ്പുറപ്പുണ്ടെന്ന് അച്ഛമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ? ആ മോള് എന്തെങ്കിലും ഇവിടെ വന്നാലോ? ആ വരുന്ന ദിവസത്തിനാ ഞാൻ കാത്തിരിക്കുന്നത്. പക്ഷേ ഈ കാത്തിരിപ്പ് എത്ര കാലം നീളുമെന്നറിയില്ല. എല്ലാം കലങ്ങി തെളിയാതെ ആ മോൾ ഇങ്ങോട്ട് വന്നാൽ അത് കൂടുതൽ കുഴപ്പങ്ങളാവും. ഈശ്വര, ആളുമാരെ കാര്യം അറിഞ്ഞ വലിയ കുഴപ്പമാവുമല്ലോ. അച്ഛമ്മയ്ക്ക് ദിയെ കാണണമെന്ന് വലിയ ആഗ്രഹമാണല്ലേ? കൊള്ളാം. ഏറ്റവും വലിയ ആഗ്രഹമൊന്നല്ല, ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാ. അപ്പൊ അച്ഛമ്മ എന്നെ നോക്കിയാ മതി. എന്നിട്ട് ദിയാണെന്ന് വിചാരിച്ചാ മതി. എന്നിട്ടേ ആരും കാണാതെ ദിയ മോളെ എന്ന് വിളിച്ചാ മതി. ഒരു ദിവസം ദിയമോളെന്ന് വിളിച്ച അടുത്ത ദിവസം റിയമോള്. അങ്ങനെ വിളിച്ച അച്ഛമ്മയ്ക്ക് സന്തോഷാവും. ഇപ്പൊ എന്തായാലും ഞാൻ മോളെ ദിയമോളാക്കുന്നില്ല. എനിക്ക് ഉറപ്പുണ്ട്, മരിക്കുന്നതിന് മുമ്പ് ഞാൻ കാണും എല്ലാവരെയും. അച്ഛമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വാസ്തവാണോ? എന്ത്? എനിക്ക് സമ്മാനം തരൂന്ന്. ആ സമ്മാനം അച്ഛമ്മ ഉദ്ദേശിച്ചത് അമ്മയല്ലേ? അതല്ലേ വിലമതിക്കാൻ പറ്റാത്ത സമ്മാനം?